2 മാസമായി വേതനമില്ലാതായതോടെ ദുരിതത്തിലായിരിക്കുകയാണ് സംസ്ഥാനത്തെ റേഷൻ കടക്കാർ. ഫെബ്രുവരിയിൽ വ്യാപാരികൾക്ക് കമ്മീഷൻ തുക അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ പറയുമ്പോഴും ഇതുവരെ പണം വ്യാപാരികളുടെ അക്കൗണ്ടിൽ എത്തിയിട്ടില്ല. ധനവകുപ്പ് പണം അനുവദിക്കാത്തതാണ് ഭക്ഷ്യവകുപ്പ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പൊതുവിതരണ സംവിധാനത്തെ ശക്തിപ്പെടുത്തുമെന്ന് ആവർത്തിച്ചു പറയുന്ന ഒരു സർക്കാരുള്ള സംസ്ഥാനത്താണ് റേഷൻ വ്യാപാരികൾ കമ്മീഷന് വേണ്ടി കെഞ്ചുന്നത്. ജനുവരി ഫെബ്രുവരി മാസത്തിലെ കമ്മീഷൻ ഇനത്തിൽ 29 കോടിയോളം രൂപയാണ് റേഷൻ വ്യാപാരികൾക്ക് ലഭിക്കാനുള്ളത്. വ്യാപാരികൾക്ക് ജനുവരിയിലെ കമ്മീഷൻ നൽകാൻ 14.11 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ വാർത്താക്കുറിപ്പ് ഇറക്കുന്നത് ഫെബ്രുവരി 28-ന്. എന്നാൽ നാളുകൾ പിന്നിട്ടിട്ടും വ്യാപാരികൾക്ക് 1 രൂപ പോലും കിട്ടിയില്ല. ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ റേഷൻ വ്യാപാരികൾ മുഖ്യമന്ത്രിക്കും ഭക്ഷ്യമന്ത്രിക്കും നൽകിയെങ്കിലും സർക്കാരിന് ഒരനക്കവുമില്ല. ജനുവരി മാസത്തെ ഫെബ്രുവരി മാസത്തെ കമ്മീഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ ഫെബ്രുവരി 28-ാം തീയതി 14,11 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ അത് ഭക്ഷ്യവകുപ്പിന് കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ ധനകാര്യ വകുപ്പാണ് അനുവദിച്ചിട്ടുള്ളത്. കൃത്യമായി വേതനം ലഭിക്കാതായതോടെ റേഷൻ സാധനങ്ങളുടെ പണമടയ്ക്കാനും ജീവനക്കാർക്ക് കൂലി നൽകാനും കെട്ടിടത്തിന് വാടക നൽകാനും സാധിക്കാത്ത അവസ്ഥയെന്നും വ്യാപാരികൾ. എത്ര കാലം ഇങ്ങനെ കടം മേടിച്ച് പിടിച്ചു പോകും എന്നൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്നാണ് എന്നൊരു ഉറപ്പും ഭക്ഷ്യവകുപ്പ് തരുന്നില്ല. അല്ലെങ്കിൽ തന്നെ മാർച്ച് 10-ാം തീയതി അല്ലെങ്കിൽ 15-ാം തീയതി കിട്ടും എന്നൊരു ഉറപ്പ് ഭക്ഷ്യവകുപ്പിന് തരാൻ കഴിയുന്നില്ല. അതാണ് നമ്മളിപ്പോൾ നേരിടുന്നൊരു പ്രധാന പ്രശ്നം. സ്വന്തം കയ്യിൽ നിന്നും പണമെടുത്തും കടം വാങ്ങിയും കടയിൽ സാധനങ്ങൾ എത്തിക്കേണ്ട ഗതികേടും വ്യാപാരികൾ നേരിടുന്നു. ഇതിനിടയിലാണ് ഈ പോസ്റ്റ് മെഷീനിലെ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം റേഷൻ വിതരണം തടസ്സപ്പെടുന്നത്. അങ്ങനെ മൊത്തത്തിൽ പ്രതിസന്ധിയിലാണ് സംസ്ഥാനത്തെ റേഷൻ മേഖലയും വ്യാപാരികളും. സാമ്പത്തിക പ്രതിസന്ധി എന്ന പതിവ് പല്ലവിയാണ് ഇക്കാര്യത്തിലും സർക്കാരിന്. പൊതുവിതരണ സംവിധാനങ്ങളെ നിലനിർത്തേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. കേവലം കവലപ്രസംഗങ്ങൾക്കപ്പുറമുള്ള നടപടി ഇക്കാര്യത്തിൽ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. AV ജയശങ്കർ, 24, തിരുവനന്തപുരം.